ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ ഇൻട്രോയിൽ എന്താ നമ്മളില്ലാത്ത. ഫ്രണ്ട്സ്, ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, മറന്നുപോയി. അപ്പം അതുകൊണ്ട് ഉള്ള വീഡിയോസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ നിന്ന് കാർഡ് എടുക്കുകയാണ്. കാർഡ് എടുത്തിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് പോലെ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ നമ്മളിവിടെ ഇരുന്നപ്പോഴാണ് പപ്പുവിന് ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഫ്രണ്ടിൽ പോയി. കാരണം ഇതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. 2-3 പാളങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പാളങ്ങൾ വരുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഈ റൂട്ടല്ല, അപ്പുറത്തെ സൈഡായിരുന്നു. അതുകൊണ്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ എന്നാലും 2 നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു, 2 പാളമൊക്കെ ഒന്നിച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന തൊട്ടടുത്താണ് സിറ്റി സെൻറ്റർ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. എൻ്റെ പൊന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. വൈകുന്നേരം ആണെങ്കിലും ഭയങ്കര ചൂടാണ്. അങ്ങനെ ഓരോ ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഗാർഡൻ പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മൾ സിറ്റി സെൻറ്ററിൽ വരാൻ വേണ്ടി വന്നതാണ്. അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുകയാണ്. കണ്ടോ, ഇതാണ് ഗേറ്റ് മാൾ. ഇനി അതാണ് സിറ്റി സെൻറ്റർ. വലിയൊരു മാൾ. ഇനി നമുക്കൊരു 360 വ്യൂ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് അൽഫദാൻ ബിൽഡിംഗ്. ഫ്രണ്ട്സ്, ഇതാണ് സിറ്റി സെൻറ്റർ. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കാലിഫറിലേക്കാണ് പോകാൻ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ നല്ലോണം നടക്കാനുണ്ട്. പിന്നെ ഇതൊക്കെ അവിടെ നമ്മൾ ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓടിക്കാൻ തരുന്ന വണ്ടികളാണ് കേട്ടോ. റെൻറ്റിന് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞ് തിരിച്ചതേണം കൊണ്ട് കൊടുക്കാം. അപ്പം പപ്പുവിന് എപ്പോഴും പറയും പപ്പുവിൻ്റെ കയറി പോകണമെന്ന്. പക്ഷേ പ്രാക്ടീസിലൊക്കെ നമ്മൾ കയറ്റി വിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എത്തി മുകളിലേക്ക് പോവാണ്. മുകളിലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. പപ്പു ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും കറക്റ്റ് ഹൈറ്റ് എത്തിയപ്പോൾ കമ്പി കയറി അങ്ങ് പിടിച്ചു. അവൻ ആഗ്രഹിച്ച് നിന്നിട്ട് കറക്റ്റ് ഹൈറ്റ് എത്തിയപ്പോൾ അവൻ സാധിച്ചെടുത്തു സംഭവം. പിന്നെ പപ്പുവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് എക്സ്കലേറ്ററൊക്കെ കണ്ടാൽ അവനിങ്ങനെ ഓടിച്ചാടി നടക്കണം. പറഞ്ഞാൽ കേൾക്കത്തില്ല, വീഴുമെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ മൂൺ വാക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുവിടാത്തതുകൊണ്ട്, സ്വന്തമായി ചെയ്യാൻ അറിഞ്ഞുവിടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരു ആളാണ് പപ്പു. അതൊരു മൂൺ വാക്കെന്ന് പറയാക്കത്തില്ല, എങ്കിലും അവൻ്റേതായ ഒരു രീതിയിൽ മൂൺ വാക്ക്. ഓക്കെ, അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ മെറ്റൽസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഓരോ രൂപങ്ങളാണ് കേട്ടോ. ഇതെന്താ ഡ്രാഗൺ, ഇത് ഹണി ബീ ആണ്. അടുത്ത് ആൻഡ് ഉണ്ട്. പിന്നെ അങ്ങനെ പല പല ജീവികളെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മെറ്റൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇവിടേക്ക് കറങ്ങി നടന്നിട്ട് നമ്മൾ പപ്പുവിനെ അഡ്ഡാസിക്ക് ഒരു ടീഷർട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു ഡാർക്ക് ബ്ലൂ കളർ ടീഷർട്ടാണ് അവൻ എടുത്തത്. അതെടുത്തപ്പോഴാണ് അമ്മയടുത്ത് പറയുന്നത് അവൻ ഊനീര് കുടിച്ചിറക്കാൻ വയ്യ, തൊണ്ടവേദനയെന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങാണ്. അപ്പം അമ്മ ചോദിക്കുകയാണ്, എവിടെയാണ് വേദന, എന്താണ് വേദന? ഫ്രണ്ട്സ്, ഇവിടെ നല്ലോണം നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം വാങ്ങിച്ചതിന് ശേഷവും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഫ്രണ്ട്സ്, ഇതിവിടെ പിള്ളേർ കളിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. പിള്ളേർ കളിക്കാനുള്ള സ്ഥലം. അങ്ങനെ അവർ കളിക്കുകയാണ്. പപ്പുവിന് കളിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ പപ്പു കളിക്കാൻ പോയില്ല. പക്ഷെ പിള്ളേർ കളിക്കുന്ന കണ്ട് അവന് സംതൃപ്തിയായി. അങ്ങനെ പപ്പു ഇവിടെ വായി നോക്കി നിൽക്കുകയാണ്. ഓരോ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഫ്രണ്ട്സ്, അതിൻ്റെ വേറൊരു സൈഡിൽ, കാലിഫോർണിയ വേറൊരു സൈഡിൽ ഇതിനകത്ത് ഒരുപാട് പണ്ട് തിളങ്ങി നിന്ന് ഒരുപാട് കാറുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഫിയാറ്റിൻ്റെ സ്പോർട്സ് സ്പൈഡർ 124 എന്ന് പറഞ്ഞ കാറാണ്. പണ്ടത്തെ ഇടിവെട്ട് കാറുകൾ തന്നെയായിരുന്നു ഇതൊക്കെ. അപ്പോൾ അതൊക്കെ പപ്പുവിന് ഇഷ്ടമുള്ളതുകൊണ്ട് പപ്പു അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു കാറ്.
നല്ല രസമുണ്ട് എന്നെ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ആകമൊക്കെ കണ്ടോ, അങ്ങനെ അത് കണ്ടിട്ട് നമ്മൾ അടുത്ത കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അടുത്തതെന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ കാറുകൾ. ഇതേതാ കാറ്? ഇത് പോണ്ടിയാക്കിൻ്റെ GTO 2. എൻ്റെ പൊന്നെ, എനിക്ക് വായിക്കാൻ വയ്യ. അത് നിങ്ങൾ വായിച്ചൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളത് വായിച്ച് നോക്കൂ. കുറേ ടൈം എടുക്കും പേരൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ ഇതിൻ്റെ ഫുൾ സൈഡും ഞാൻ നോക്കിയൊക്കെ എടുത്തു. പക്ഷേ അച്ഛനും അമ്മയും പപ്പവും മൊത്തം ചടപടയിൽ, ഞാൻ ഇത് മൊത്തം കറങ്ങി വരാൻ വേണ്ടി ടൈം എടുത്തു. അവർ ചടപടയെന്നൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത ശേഷം അവരെല്ലാവരും പുറത്ത് പോവുകയും ചെയ്ത് ഞാൻ ഒരുപാട് നേരം എടുത്ത് തിരിഞ്ഞിട്ട് വരാൻ 2-3 കാലം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അവരങ്ങ് പോവുകയും ചെയ്ത് ഇവിടെ ആയിപ്പോവുകയും ചെയ്തു. പിന്നെ ഈ കാർ ഒരു രക്ഷയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് സഹിതം കാണിച്ചു തന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി. ഇതും പൊളിയാണ്. അതിൻ്റെ ആഹമൊക്കെ കാണാൻ വേണ്ടി കുട്ടി സംഭവം നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ വീഡിയോ കുറേ സ്പീഡ് അടിച്ച് വിടാണ്, കാരണം ഇതിപ്പോഴും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തുള്ള തിയേറ്ററാണ്. നല്ല സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു സിനിമ കാണാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല നല്ല സിനിമാസൊന്നും ഇല്ല. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടെ ഓടുന്ന സിനിമകൾ. അപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. പിസ്സ ഹട്ടിലാണ് വന്നേക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ്, പിസ്സ വന്നു. തുറക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, പപ്പുവിനൊട്ടും വയ്യ. അവന് ഭയങ്കര തൊണ്ടവേദനയാണ്. എനിക്ക് മൂക്കും ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അതാണ് പപ്പുവിന് വിഷമം. അങ്ങനെ പപ്പു കഴിക്കട്ടെ. അറ്റ് ലാസ്റ്റ് ഞാൻ ചായ വാങ്ങിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പിസ്സയായിരുന്നു. പിസ്സ കഴിച്ചതായിരുന്നു ചായ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാലിഫോറിൻ്റെ അകത്ത് കയറിയൊക്കെയാണ്. കയറിയപ്പോൾ തന്നെ RC കാറുകളുടെ സെക്ഷൻ. പപ്പുവിന് RC കാറിൽ ജീവനാണ്. അങ്ങനെ നമ്മൾ RC കാറ് നോക്കി. പക്ഷെ അവിടെ എല്ലാം ഇങ്ങനെ Formula 1 മോഡലിൽ വരുന്ന അങ്ങനത്തെ കാറുകളേ ഉള്ളൂ. അവനതൊന്നും ഇഷ്ടമല്ല, കാരണം വീട്ടിൽ ഇതേപോലത്തെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മതിയാക്കി വെച്ചിട്ട് അവൻ പോന്നു. അതിൻ്റെ അടുത്തും ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ വണ്ടികളും റോബോട്ടിക്, അതായത് റോബോട്ടായി ചേഞ്ച് ആവുന്നതും, പിന്നെ ഹെലികോപ്റ്റർ, അങ്ങനെ ഈ ഇതിനകത്തെ പാവകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു സൈക്കിൾ ഇരിക്കുന്നു. സൈക്കിൾ എന്തോ പപ്പു കണ്ടില്ല. അത് കണ്ടെങ്കിൽ അവൻ്റെ അടുത്തുനിന്ന് മാറത്തില്ലായിരുന്നു. അങ്ങനെ ഇവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈദ് പ്രമാണിച്ചായിരുന്നു, ആ ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ ഡ്രസ്സുകൾ, ജീൻസ്, നൈറ്റ് ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ കിച്ചൺ സെക്ഷൻ, അങ്ങനെയൊക്കെ. ഇവിടെ ഒരുപാട് ബുക്കുകളും ഉണ്ട്. പപ്പുവും ഞാനും പടം വരയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ കിച്ചൻ്റെ സെക്ഷനാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇത് ബുക്കിൻ്റെയൊക്കെ സെക്ഷനാണ്. വെറൈറ്റി തരം ബുക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറ സൈഡ് പേന, പിന്നെ ഫയലുകൾ, അങ്ങനെയൊക്കെ. എനിക്ക് വൈറ്റിംഗ് പെന്ന് നോക്കണമായിരുന്നു, പക്ഷേ ഇവിടെ വൈറ്റിംഗ് ഇല്ല. അങ്ങനെ ഞാൻ മണ്ഡല ആർട്ടൊക്കെ വരയ്ക്കുന്നൊരു പെന്ന് നോക്കി എടുത്തായിരുന്നു. അച്ഛനും വരയ്ക്കാൻ വേണമെന്ന് പറഞ്ഞ് അച്ഛനും എടുത്തായിരുന്നു.
പിന്നെ പപ്പുവിന് ഇവിടെ നിന്ന് കുറച്ച് കളേഴ്സ് അങ്ങനെയൊക്കെ എടുത്തു. കണ്ടോ ഇവിടേക്ക് ബുക്കുകൾ, ഇന്നൊരു ബുക്ക് ഞാനും എടുത്തു. എനിക്ക് യെസ്, ഇവിടെ നിന്നാണ് ഒരു ബ്ലാക്ക് ബുക്ക് എടുത്തത്. ബ്ലാക്ക് പേപ്പറാണ്, അതായത് മണലാട്ടൊക്കെ നമുക്ക് വരയ്ക്കിയെടുക്കാം. അപ്പോൾ അതിൽ വരയ്ക്കണം ഞാൻ വൈറ്റ് ഇങ്ക് നോക്കിയത്, പക്ഷെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇപ്പുറത്തൊക്കെ നോക്കിയപ്പോൾ ഫയലുണ്ട്. ഫയലിലൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. നോക്കി പക്ഷേ എടുത്തില്ല. ഇവിടെ പപ്പുവിന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ എന്നെ പിടിച്ചുകൊണ്ടല്ലാതെ അവൻ അപ്പുറത്തെ സെക്ഷനിലോട്ട് പോയില്ല. അവൻ ഒരുപാട് സാധനങ്ങൾ നോക്കി. അവൻ്റെ കൈയൊക്കെ വിരുവിരുത്ത് വന്നു. അവന് ഇവിടെ മൊത്തവും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്നുണ്ടായിരുന്നു. ഇവിടെ നല്ല ഓഫർ എടുപ്പുണ്ട്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ച സാധനമാണ് ബ്ലാക്ക് പേപ്പർ, മണ്ഡലാർട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എസ്കലേറ്ററിലൂടെ പോവുകയും ചെയ്യും, 1 സ്റ്റെപ്പിലൂടെ നമ്മളവിടെ കോമ്പറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമെന്ന്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലായിട്ടാണ് അവനത്തെ സ്ലോയിൽ പോകുന്നത്, ഇല്ലെങ്കിൽ അവൻ തോക്കുമെന്ന് തോന്നി അവൻ ഓടി. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ട്രെയിൻ വന്നായിരുന്നു. പക്ഷേ നമ്മൾ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇത് അപ്പുറത്തോട്ട് പോകുന്നത്, നമ്മളിത് വഴിയാണ് പോകുന്നത് തിരിച്ച്. കണ്ടത് പോവുകയാണ്. ലാസ്റ്റ് ഫോട്ടോ എടുത്തിരുന്നു. സ്വന്തം ഫോട്ടോ ക്ലാരിറ്റി നോക്കുന്ന അച്ഛൻ. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അതേ ഇറങ്ങാറായിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ്, അതായത് നമ്മുടെ പാനിപ്പൂരി കണക്കത്തേക്ക് സംഭവങ്ങൾ കിട്ടുന്ന ഒരു കട ഇവിടെയുണ്ട്. അപ്പോൾ അതിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ പോയി നമ്മൾ പാനിപ്പൂരി, പിന്നെ കാട് വെച്ചിട്ടുള്ള എന്തോ ഒരു പൂരി, പിന്നെ മസാല അതൊക്കെ വെച്ചിട്ടുള്ളത്, എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പറയുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരുന്നു. അമ്മാതിരി ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ പപ്പുവിൻ്റെ വായിലത് നിന്നില്ലെന്ന് തോന്നുന്നത്, എല്ലാം കൂടെ ചാടി. പക്ഷേ ഫായത്തിനെന്തോ മറ്റേ കൂടെ ഒന്നും വീണില്ല. അങ്ങനെ മൊത്തം നമ്മളതിനെ തീർത്തു, കാരണം അത്ര ടേസ്റ്റായിരുന്നു. എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ ആ ടേസ്റ്റ് മനസ്സിലേക്ക് കയറില്ല. പക്ഷേ എൻ്റെ ടേസ്റ്റ് കാരണം നമ്മളിങ്ങനെ മൊത്തവും കഴിച്ചു പോയി. ഞാനും പപ്പുവാണ് തീർത്തത് മൊത്തത്തിൽ. പപ്പു എനിക്ക് പാനിപ്പൂരി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഫാമിലി ഫുഡ് സെൻറ്ററിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഔട്ടർ എടുക്കാനും മറന്നുപോയി, സോറി. ആദ്യമായിട്ട് പറ്റിയ അബദ്ധമാണ്. ഫ്രണ്ട്സ്, പപ്പു ഇപ്പോൾ അവിടെ നിന്ന് വീഴാനുള്ളായിരുന്നു കേട്ടോ. അവിടെ നിന്നേക്കാൾ ഇപ്പുറത്തെ ഹൈറ്റ് കൂടുതലാണ്. സോ പപ്പു വീഴാൻ പോയതാണ്. എങ്കിലും ഫ്രണ്ട്സ്, ലാസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോറി, ഔട്ടർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കും കാണുന്നതായിരിക്കും. ടാറ്റാ.